എന്താ ദേവസേന നീ ഇതിങ്ങനെ നോക്കുന്നേ? ഇത് ഒരു ശക്തിയുള്ള സ്വാമിജി മന്ത്രിച്ചെന്ന ഏലസാ. ഇത് മോളുടെ കൈ കെട്ടിക്കഴിഞ്ഞാ പിന്നെ എന്നും നീ ആയിരിക്കും നിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് വരിക. മോൾക്ക് ഫസ്റ്റ് ആവണ്ടേ? അതെങ്ങനെയാണെങ്കിൽ ഈ ഒരു എലസ് കെട്ടിക്കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ആയി മാറുന്നേ? മാന്ത്രികത്തിന് അത്രമാത്രം ശക്തിയുണ്ടെന്നേ. ഈ കാര്യം മോളുടെ അച്ചാച്ചന് അറിയാവുന്നോണ്ടല്ലേ ആ സ്വാമിയെയും മാധവിയെയും ഒക്കെ എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്നത്. അങ്ങനെ ഒരു അച്ചാച്ചന്റെ പേരക്കുട്ടിയല്ലേ മോളെ നീ? എന്നിട്ടാണോ നിനക്ക് ഈ മാന്ത്രികത്തിലൊന്നും വിശ്വാസമില്ലാതിരിക്കുന്നത്? ഇനി ചിലപ്പോ ഈ അങ്കിള് പറയുന്നെല്ലാം സത്യമായിരിക്കോ? ഇവനെന്തിനാ ദേവസേനയ്ക്ക് ഏലസ് കെട്ടാൻ ശ്രമിക്കുന്നേ? ഞാനിനി ദേവസേനയുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവളെ രക്ഷിക്കാതിരിക്കാൻ വേണ്ടിട്ടാവും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വാ, പൂജാമുറി വെച്ച് കെട്ടിത്തരാം ഞാൻ. ദേവസേനെ, എന്താ അമ്മേ? അവൻ തരുന്ന ഏലസ് ഒന്നും വാങ്ങി കെട്ടല്ലേ. എന്തിനാ ഈ എല്ലാ കാര്യത്തിനും പേടിക്കാൻ നിക്കണേ? ഇന്ന് എനിക്ക് എക്സാം ഉള്ള ദിവസാ. എനിക്ക് ആ എക്സാമിൽ ഫസ്റ്റ് വാങ്ങിച്ചേ പറ്റൂ. ആ എലസ് ഒന്ന് കെട്ടി നോക്കാം അമ്മേ. ദേവസേനെ, ദേവസേനയ്ക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് ആയി മാറിയേ പറ്റൂ. അവളെ നീ ഒന്ന് സഹായിക്കണം. കൈ കാണിക്കുമോളെ, അങ്കിൾ കെട്ടിത്തരാം. അയ്യോ ദേവസേനെ, നീ എന്താ പറഞ്ഞ കേക്കാത്ത? അവൻ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. ഇനി നീ ഫസ്റ്റ് ആവുന്നത് ആർക്കും തടയാൻ പറ്റില്ല മോളെ. പോയിട്ട് വാ. താങ്ക് യു സോ മച്ച് അങ്കിൾ. ഞാൻ പോയിട്ട് വരാം. ബൈ. അല്ല, ആത്മാവ് ഇതുവരെ ഹാജർ വെച്ചില്ലല്ലോ എന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. കൃത്യസമയത്ത് പ്രത്യക്ഷപ്പെട്ടല്ലോ ജാനകി. എന്തിനാണ് നീ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഏലസ് കെട്ടിക്കൊടുത്തേ? ആ, എന്താ ഞാൻ കേട്ടില്ല. എന്തിനാ ദേവസേനയുടെ കയ്യിൽ ഏലസ് കെട്ടിക്കൊടുത്തേന്ന്? കിടന്നിങ്ങനെ അലറല്ലേ? ഏലസ് എന്തിനാ കെട്ടിയേക്കുന്നത് അറിയണം നിനക്കല്ലേ? പോയി നിന്റെ മോളെ ഒന്ന് തൊട്ടു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എനിക്ക് എന്റെ മോളെ തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്തിരിക്കുവാണല്ലോ. അവൻ ഇനി ദേവസേനയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ആപത്ത് വരുത്താൻ ശ്രമിക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ മോളെ അവനിൽ നിന്നൊന്ന് രക്ഷിക്കുക? എന്റെ അച്ഛനെ ജീവനോടെ കുഴിച്ചു മൂടിയോളല്ലേടി നീ? നിന്റെ കുഞ്ഞിനെ അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാതെ ഇഞ്ചിൻ ചേട്ടൻ ഞാൻ കൊല്ലു ജാനകി. ഗംഗേ, 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 ഇവളിത് എവിടെ പോയതാ? ഇനി ചിലപ്പോ മാധവിയുടെ റൂമിലായിരിക്കോ? ഗംഗേ, ആ ഗംഗയെ കണ്ടോ ആന്റി? അവളെ എന്തിനാ തെരയുന്നേ? ആ മാധവിയുടെ വാലെ തൂങ്ങി നടക്കില്ലേ നേരോ? അത് വിടുമോനെ. എന്റെ ധർമ്മേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ നിനക്ക്? അറിയാവുന്നവരോടൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ആന്റി. പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടുപിടിക്കണേ അരുൺ. ആ പിന്നെ വേറൊരു കാര്യം, ആ നന്ദിനിയെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയത്തും ഗംഗ ആ മാധവിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നത് നല്ലതിനല്ല മോനെ. അവളെ നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇനി മേലാൽ ഗംഗ മാധവിയുടെ വാക്കിട്ട് നടക്കില്ല ആന്റി. അത് ഞാൻ നോക്കിക്കോളാം. ശരി.
ഗംഗേ ഗംഗേ എന്താ അരുണേട്ടാ? കുറെ നേരം ഞാൻ നിന്നെ തെരയുന്നു. ഞാൻ ഔട്ട് ഹൗസിലായിരുന്നു അരുണേട്ടാ. ഇപ്പൊ ഒന്നുകിൽ എവിടെയെങ്കിലും തനിച്ചിരിക്കണം, അല്ലെങ്കിൽ മാധവിയുടെ ഒപ്പം ഇരിക്കണം. ഇനി എല്ലാം കുറച്ച് നാളത്തേക്കല്ലേ. എത്രയും വേഗം ഞാൻ അരുണേട്ടന്റെ പഴയ ഗംഗയായി മാറും. ഞാനൊരു കാര്യം പറഞ്ഞ നീ ഈ നിമിഷം തന്നെ മാറും ഗംഗേ. അങ്ങനെ എന്ത് കാര്യം പറയാൻ പോന്നെ? ആ നന്ദിനി ജീവനോട് ഇല്ലെന്നാണ് പറയാൻ പോന്നെ? നന്ദിനിയുടെ മേൽ നിനക്കുള്ള വെറുപ്പെല്ലാം മാറാൻ പോവുക ഗംഗേ. അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. നന്ദിനെ കുറിച്ചുള്ള ഒരു കാര്യവും കേട്ട് രസിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്ന കാര്യം നീ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ശരി, അരുണേട്ട എന്നോട് എന്തോ പറയാൻ വന്ന കാര്യം ഞാൻ കേട്ടില്ലെങ്കിൽ വിഷമം ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഞാൻ കേൾക്കാം. പറയൂ അരുണേട്ടാ. നീ നമ്മുടെ ഈ കൊട്ടാരത്തിലെ മരുമകള് മാത്രമല്ലേ ഗംഗേ, ആ നന്ദിനിയുടെ ഗംഗേ, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. അരുണേട്ടാ, ഒന്നും തോന്നരുത്. മാധവി എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവും. ഞാൻ പോയി സംസാരിച്ചിട്ട് വന്നേക്കാം. നല്ല കാശുകാരന് കൊടുത്ത് ഇത് വിറ്റ് പണം ആക്കണം. ഇതിപ്പോ ഞാൻ ആർക്കാ വിക്ക? അയ്യോ, ആ മദൻലാൽ സേട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചാടി വീണ് എടുത്തോളൂ. അയാള് തന്നെ പറ്റിയ ആള്. അയാളുടെ നമ്പർ ഇത് എവിടെയാ? കാണുന്നില്ലല്ലോ. ഇനി ഇതായിരിക്കോ നമ്പർ? ഇന്ന് പതിവില്ലാതെ ഇവളുടെ മുഖത്ത് സന്തോഷമുള്ള എന്താ പറ്റിയ? കോള് പോവാത്ത എന്താ? തുണിയിട്ട് മൂടിച്ചേക്കണല്ലോ. അങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഈ ഫോണും വർക്ക് ചെയ്യില്ല. ഓ, ഇയാളുടെ ഫോണാണെങ്കിൽ നോട്ട് റീച്ചബിൾ ആണല്ലോ ഭഗവാനെ. ഇതെന്തുടെ സാധനം? അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ പോലെ. അയ്യോ എന്റെ ഭഗവാനെ, എടോ മഹാഭാവി, ഇതിന്റെ മതിപ്പ് എന്താന്നറിയാതെ താനിത് വലിച്ചെറിയാ? തന്നോട് ആരും ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞേ? എവിടെങ്കിലും ചെന്നിട്ട് തിന്നാ പോരെ? അയ്യോ, മഹാലക്ഷ്മിയെ കിടക്കുന്ന വിവരില്ലായ്മ കൊണ്ട് ഈ കോന്തം ചെയ്തു പോയതാ. പൊറുക്കണേ, മാപ്പാക്കണേ ദൈവമേ. അയ്യോ, എന്നെ തെരു പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഷോക്കായിട്ട് വെക്കണേ. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിക്കണല്ലോ. ഉള്ളിലോ എന്തേ കാണുന്നേ? അയ്യോ അയ്യോ, എനിക്കിതിന്റെ മതിപ്പ് ഇപ്പഴല്ല ദേവിയെ മനസ്സിലായേ. വില എഴുതിയിരിക്കുന്ന കണ്ടോ? വെറും 3500 രൂപയ്ക്ക് വാങ്ങിയ സാധനല്ലേ ഇത്? താഴെട്ടാണ് നീ എന്നെ പറഞ്ഞ? ആ മനോഹരൻ ഏതോ പിച്ചള പാത്രത്തിൽ പെയിന്റ് അടിച്ചു കൊണ്ടുവന്ന് തന്നിട്ട് 5 ലക്ഷം അവൻ എന്റെ കൈ നടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. ഞാൻ എല്ലാവരും പറ്റിക്കുന്നവളാ. എന്നിട്ട് അവൻ ഈ എന്നെ തന്നെ പറ്റിച്ചല്ലേ? എനിക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് തന്നിട്ട് ആ മനോഹരൻ എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. എടാ മനോഹര, ഈ ദേവി ആരാണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളടാ. ഗംഗയോട് സത്യമെല്ലാം പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാന്ന് കരുതുമ്പോഴൊക്കെ ആ മാധവി ഇടക്കേറി വന്നെല്ലാം താറുമാറാക്കുകയാണല്ലോ. ഈ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഗംഗയെ സത്യമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുറത്തെവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ നന്ദിനിയോട് അവൾക്കുള്ള വെറുപ്പ് എല്ലാം മാറും. ഗംഗ ഇപ്പൊ എങ്ങനെയാ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോവാ? നന്ദിനിക്കൊരു അവസാനം കണ്ടെത്താൻ വേറെന്തെങ്കിലും വഴി ആലോചിച്ചോ നിങ്ങള്? ഉടനെ തന്നെ ഒരു വഴി തെളിയും. അവളെ അവസാനിപ്പിക്കാൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ആ നന്ദിനി കാരണം
എനിക്ക് എന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു. അരുണേട്ടന്റെ കൂടെ ഒരു അല്പനേരം ഇരിക്കാനാവുന്നില്ല. ദേവസേനയുടെ കാര്യങ്ങൾ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ദിവസം പോകും തോറും നന്ദിനിയെ കൊല്ലണം എന്നുള്ള വെറി മാത്രമാണ് എന്റെ മനസ്സിൽ. ഇനിയും വൈകിയ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയുള്ളൂ. ആ നന്ദിനിയെ എത്രയും വേഗം ഇല്ലാതാക്കണം. ഞാൻ എന്റെ നാഗദേവതയുടെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ നന്ദിനിയെ ഉന്മൂലനം ചെയ്യാൻ ഒരു വഴി എന്റെ മുന്നിൽ തെളിയും. അതിനൊരു വഴി ലഭിച്ചയുടൻ ഞാൻ നിന്നെ അറിയിക്കാം. അതുവരെ ഒന്ന് സമാധാനമായിരിക്കെ. ഗംഗേ, ഗംഗേ, നീ ഇവിടെ നിൽക്കുക. ദേവസേനയുടെ സ്കൂളിൽ നിന്ന് PTA മീറ്റിംഗ് വെച്ചിരിക്കുക. വാ, നമുക്ക് രണ്ടുപേർ കൂടി പോയിട്ട് വരാം. അരുണേട്ട് പോയിട്ട് വന്നേക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. എന്ത് പ്രധാനപ്പെട്ട ജോലിയായിരുന്നാലും സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ചെയ്താൽ മതി. വാ. എന്റെ വാക്ക് കേൾക്കാതെ എത്ര നാളെ നീ എന്നെ ഇങ്ങനെ പറ്റിക്കുക? ദേവസേനയോട് നീ വരുമെന്ന് ഞാൻ പറഞ്ഞതാണ് ഗംഗെ. അവളുടെ മനസ്സ് വേദനിപ്പിക്കാതെ നീ വാ. ദേവസേനയുടെ കാര്യമല്ലേ മാധവി, ഞാൻ സ്കൂൾ വരെ പോയിട്ടൊന്ന് വേഗം വന്നേക്കാം. ഗംഗേ, നീ പുറത്തു പോയാൽ ആ നന്ദിനി നിന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവളെ നശിപ്പിക്കാനാവില്ല. അതെ ഗംഗെ, നീ ഈ സമയത്ത് പുറത്തേക്ക് പോയി ആ നന്ദിനിയുടെയും കണ്ണഴകിയുടെയും കയ്യിൽ അകപ്പെട്ടാൽ നിന്നെ അവർ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ ആ നന്ദിനിയെ അവസാനിപ്പിക്കുക അസാധ്യമാകും. ഗംഗെ, നീ ഇങ്ങോട്ട് വന്നേ. അരുണേട്ട് പറയുന്നൊന്നും ഞാൻ ഈയിടയ്ക്ക് അനുസരിക്കാറില്ല. ഇപ്പൊ മോളുടെ കാര്യത്തിന് ഞാൻ പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് വലിയ പ്രശ്നമാകും. അതോടൊപ്പം തന്നെ അരുണേട്ട് നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാനും മടി കാണിക്കില്ല മാധവി. പിന്നെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങളിവിടെ താമസിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ പോയിട്ട് വരുന്നതാ. അരുണിൽ എന്തൊക്കെയോ മാറ്റം കാണുന്നില്ലേ നിങ്ങൾ? ഗംഗയ്ക്ക് നന്ദിനിയോട് പ്രതികാരം ചെയ്യാനുള്ള വാശിയുള്ളത് കൊണ്ട് തന്നെ ഗംഗയോട് അവന് ദേഷ്യമായിരുന്നില്ലേ? എന്നിട്ട് ദേ ഇപ്പൊ ഒരു പ്രശ്നമില്ലാത്ത പോലെ പെരുമാറുന്നത് കണ്ടില്ലേ താൻ? എനിക്കും ആ സംശയം തോന്നി മാധവി. നമ്മളെ അറിയിക്കാതെ അവൻ എന്തോ തയ്യാറെടുപ്പ് നടത്തുകയാണ്. നിങ്ങൾ ഊഹിച്ചത് ശരി തന്നെയാ. അവന്റെ ഉള്ളിൽ എന്തോ നിഗൂഢതയുണ്ട്. അരുണിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കാം. വാ, കേറ്. ഗംഗെ, ഇങ്ങോട്ട് കേറാൻ. ഇല്ല അരുണേട്ടാ, എനിക്കിപ്പോ നന്ദിനി ഇല്ലാതാക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടിയാലേ എനിക്ക് ദേവസേനയ്ക്ക് നല്ലൊരു അമ്മയായിരിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ കൂടെ വന്നാലും എന്റെ ചിന്തകൾ മുഴുവനും നന്ദിനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല അരുണേട്ടാ, നിങ്ങൾ പോയിട്ട് വന്നേക്ക്. ഇങ്ങനെ ഓരോ ന്യായം പറയാൻ നിൽക്കല്ലേ. ദേവസേനോട് നീ വരുന്നു ഞാൻ ഉറപ്പ് പറഞ്ഞതാ. കാറിൽ കയറ്. ഇല്ല, എന്നെ നിർബന്ധിക്കരുത് അരുണേട്ടാ, ഞാൻ വരില്ല. നിങ്ങൾ പോയിക്കോ. ഏയ്, ഛേ, ഞാനിപ്പോ ഇവിടുന്ന് പോകുന്നത് ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷവും നിങ്ങളെ അനുസരിക്കാതെ ഇവിടുന്ന് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇപ്പൊ എനിക്ക് എല്ലാറ്റിനേക്കാളും പ്രധാനം നന്ദിനെ കൊല്ലാന്നുള്ളതാ. അയ്യോ, ആവശ്യമില്ലാത്ത ഓരോരോ ശപഥം ചെയ്തിട്ട് ഇവൾ ഈ മഹാഭാവികളുടെ ഇടയിൽ പെട്ടുപോയല്ലോ. ഭർത്താവിന്റെ കൂടെ പുറത്തു പോകാൻ പോലും ഒന്നും സമ്മതിക്കാതെ ഇവരെന്താ ഈ ചെയ്യുന്നേ? ഇതൊക്കെ എക്സാമിന് എഴുതാൻ പറ്റിയാ മതിയായിരുന്നു. എക്സാമിന്റെ ടെൻഷൻ കാരണം ഉറക്കം വന്നില്ലല്ലോ.
ആ മുത്തശ്ശിയുടെ അടുത്ത് പോയി കിടന്ന കഥ പറഞ്ഞുറക്കിക്കോളും. ഇന്ന് മഹാഭാരതത്തിലെ കഥ പറഞ്ഞുറക്കാൻ പറയാം. പഠിച്ചതൊക്കെ തന്നെ വരണേ. ദേവസേനെ, അമ്മേ, ഇന്നത്തെ എക്സാം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു അമ്മേ. ഞാൻ പഠിച്ചതൊക്കെ തന്നെ ചോദിച്ചേ. എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ. ഇത്ര ഈസി ആയത് മുരളി അങ്കിള് കെട്ടി തന്ന ഈ ഏലസ് കാരണാ. ഞാൻ വന്നുടനെ തന്നെ അങ്കിളിന് താങ്ക്സ് പറഞ്ഞമ്മേ. ഇനി ഈ ഏലസ് അയച്ചു മാറ്റരുതെന്നാ പറഞ്ഞേക്കുന്നേ. ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ദേവസേനെ, എന്താ അമ്മേ? ഈ ഏലസ് കെട്ടിത്തന്ന് മുരളി നമ്മളെ ചതിക്കാൻ ശ്രമിക്കുക. നീ എന്തത് പറഞ്ഞാ മനസ്സിലാക്കാത്ത? ഈ ഏലസ് ഒന്നും നമുക്ക് വേണ്ട, നീ അത് കളഞ്ഞേക്ക്. അമ്മേ, അന്ന് മുരളി അങ്കിള് ഐസ്ക്രീമിൽ വിഷം കലക്കിന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? ആ ഐസ്ക്രീമിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പതേ അങ്കിള് ഈ ഏലസ് വെച്ച് ചതിക്കാൻ നോക്കുമെന്നാ പറയുന്നേ. മുരളി അങ്കിളിന് ആവശ്യമില്ലാതെ അമ്മ ഇങ്ങനെ സംശയിക്കുന്നേ. ധർമ്മജൻ അങ്കിളാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മുരളി അങ്കിൾ ഒരു പാവാണമ്മേ. അങ്കിള് നമ്മളെ ഒന്നും ചെയ്യാൻ പോണില്ല. മുരളിയെ പറ്റി നിനക്ക് അറിയാത്ത കൊണ്ടാ മോളെ. അവൻ എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവനാ. അന്ന് അവൻ ആ ഐസ്ക്രീമിൽ വിഷം കലർത്താന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അത് കഴിഞ്ഞ് അവൻ തന്നെ ഐസ്ക്രീം കഴിച്ചു കാണിച്ച് നല്ലവനായി മാറിയില്ലേ? അമ്മയ്ക്ക് അവന് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാ പറയുന്നത്. അവനെ നീ വിശ്വസിക്കല്ലേ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കാൻ പോണില്ല. അമ്മയുടെ വാക്ക് അനുസരിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന് അമ്മ തന്നെ പറഞ്ഞതാ. ഈ ഏലസ് അഴിച്ച് എറിഞ്ഞു കളയൂ. അമ്മേ, ഈ ഏലസ് കൈ കെട്ടിരുന്നോണ്ടാ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയത്. ഇനി 4 എക്സാം ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഏലസ് അയച്ചു കളഞ്ഞോളാം. അതുവരെയും ഇതിന്റെ കൈ കിടന്നോട്ടെ അമ്മേ. പ്ലീസ് അമ്മ, എക്സാം കഴിയാതെ ഞാനിത് കയ്യിൽ നിന്ന് അയച്ചു കളയില്ല. ദേവസേനെ, ഞാൻ പറയുന്ന കേക്ക്. ദേവസേന ഇപ്പോ ആ ഏലസിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുക. മുരളിയുടെ അടുത്ത നീക്കം തടയണോ എനിക്ക്? ദേവസേന ആ ഏലസ് അഴിച്ചു കളയുന്നത് വരേക്കും മുരളി അവൾക്ക് ആപത്തൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ആന്റി, അരുണേട്ടൻ ദേവസേനയുടെ സ്കൂളിലേക്ക് പോയതായിരുന്നു. ഇനിയും വന്നിട്ടില്ല. ആന്റി വിളിച്ചു വല്ലതും പറഞ്ഞിരുന്നോ? കൊള്ളാലോ, അരുണിനെ പറ്റിയുള്ള വിചാരം ഇപ്പോഴേ നിനക്ക് വന്നുള്ളൂ. നീ ഒരു ഭാര്യ, അത് മറക്കണ്ട. എപ്പോ നോക്കിയാലും ആ മാധവി എവിടെയെന്ന് അന്വേഷിച്ച് നടക്കല്ലേ ഇവിടെ പിന്നാലെ. ഇപ്പോഴെന്താ ഒരിക്കലും ഇല്ലാത്ത പോലെ അരുണോടൊരു സ്നേഹം? അരുണേട്ടൻ ഫോൺ ചെയ്തു എന്നല്ലേ ഞാൻ ചോദിച്ചത്. അതിനെതിരെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഭർത്താവിനെ കുറിച്ച് കുടുംബത്തെ കുറിച്ചും ചിന്തിക്കാതെ ഇങ്ങനെ മാധവിയുടെ പിന്നാലെ നടക്കുന്ന നിന്നോട് ദേഷ്യപ്പെടാതെ ഞാൻ പിന്നെ കൊഞ്ചിക്കണോ? എന്ന് നീ ആ മാധവിയെ വിട്ട് പഴയ ഗംഗയാവുന്നു അന്ന് മാത്രമേ ഇനി ഞാൻ നിന്നോട് പഴയ പോലെ സംസാരിക്കാൻ പോകുന്നുള്ളൂ. ഈ പ്രതികാരമൊക്കെ കളഞ്ഞിട്ട് നന്നാവാൻ നോക്കുവേണേ. അരുണേട്ടാ, എപ്പോഴാ എത്തിയത്? സ്കൂളിലേക്ക് ഞാൻ വരാത്തതിലുള്ള ദേഷ്യം ഇനിയും മാറിയിട്ടില്ല അല്ലേ? ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ നന്ദിനി കാരണം എനിക്ക് വല്ല ആപത്തും വരുമെന്ന് പേടിച്ചിട്ടാ ഞാൻ സ്കൂളിലേക്ക് അരുണേട്ടൻ്റെ കൂടെ വരാതിരുന്നേ. പാരന്റ്സ് മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പാരന്റ്സ് മീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിന്നോടൊന്ന് സമാധാനമായിട്ട് സംസാരിക്കാനാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ. നന്ദിനെ കുറിച്ച് എന്നോട് എന്തോ പറയാൻ വന്നപ്പോഴല്ലേ മാധവി വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. സോറി അരുണേട്ടാ. ആ നന്ദിനിക്ക് വേണ്ടി എന്നോട് ഒരു നുണ പറഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി സംസാരിക്കാൻ മാത്രം എന്ത് പ്രധാനപ്പെട്ട കാര്യം അത്? ഞാനീ പറയാൻ പോകുന്നത് നീ മുമ്പേ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അത് വിശ്വസിക്കാതെ നീ അത് തള്ളിക്കളയാ ചെയ്തേ. എന്നാ ഞാനിപ്പോ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാ നിന്നോട് ഈ പറയുന്നത്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. അരുണേട്ട കാര്യം എന്താന്ന് പറ. ഞാൻ പറയാം. എന്നാ ഇതൊന്നും ഒരിക്കലും നാഗദന്തിയോ മാധവിയോ അറിയാൻ പാടില്ല. ആദ്യം പറയാൻ വന്ന കാര്യം ഒന്ന് കേക്കട്ടെ. നീ കൊല്ലാൻ തുനിയുന്ന നന്ദിനിയില്ലേ, അത് മറ്റാരുമല്ല. നന്ദിനി നിന്റെ നിർത്ത.
നന്ദിനി വേറെ ആരുമല്ല എന്റെ കൂടെ പിറപ്പെന്നല്ലേ പറയാൻ വന്നേ അല്ലായിരുന്നു ഏട്ടാ. ഞങ്ങള് രണ്ടുപേരും പാർവതി അമ്മയുടെ മക്കളാണ്. നന്ദിനി നാഗവംശത്തിൽ ജനിച്ചതായും ഞാൻ സാധാരണ ഒരു മനുഷ്യകുലത്തിലും ജനിച്ചതായല്ലേ അരുണേട്ടൻ ഇപ്പൊ പറയാൻ വന്നേ. അതെ ഗംഗെ, നന്ദിനി നിന്റെ കൂടപ്പിറപ്പ് തന്നെയാ. ആ വാക്കിനെ എനിക്ക് കേക്കണ്ട. അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. ഇപ്പോ അരുണേട്ടന്റെ വായിന്ന് തന്നെ ഞാനത് കേൾക്കേണ്ടതായി വന്നു. ആരാ അത് നിങ്ങളോട് പറഞ്ഞ്? ആ കണ്ണടിക്കമ്മല്ലേ? അല്ല ഗംഗെ, എനിക്ക് ഈ സത്യമൊക്കെ അറിയാം. നീ മണികണ്ഠൻ ഞങ്ങളുടെ മോളല്ല ഗംഗെ. നിന്നെ അദ്ദേഹം നെരഞ്ചിക്കുടി കറുപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ദത്തെടുത്ത് വളർത്തിയതാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നെ ദത്തെടുത്തു എന്ന് പറഞ്ഞ കാര്യമൊക്കെ സത്യമായിരിക്കാം. നെരഞ്ചിക്കുടി ക്ഷേത്രത്തിൽ അനാഥ കുട്ടിയായിരിക്കാം. അതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഞാൻ ആ നന്ദിനിയുടെ അനിയത്തിയുമല്ല, പാർവതിയുടെ മകളുമല്ല. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പോരാഞ്ഞ് ഈ നുണ വീണ്ടും നിങ്ങളോട് പറഞ്ഞ് അരുണേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ഒരു പച്ചക്കള്ളം അരുണേട്ടനോട് പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാകൂ. പറയൂ അരുണേട്ടാ, ആരെയും നുണ പറഞ്ഞേ? നീ എന്താ എന്നെ ഒന്നും വിശ്വസിക്കാത്ത? എനിക്കറിയാവുന്നതാ ഇതൊക്കെ. ഞാൻ ഇത്രയും നാൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പൊ പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പറഞ്ഞേ. ഇനിയെങ്കിലും നിന്റെ കൂടപ്പിറപ്പായി നന്ദിനെ കൊല്ലണമെന്നുള്ള വാശി കളഞ്ഞിട്ട് നിന്റെ മനസ്സൊന്ന് മാറ്റാൻ ശ്രമിക്കാം. എനിക്കറിയാം ആരാ നിങ്ങളിൽ ഇതൊക്കെ കുത്തിവെച്ചതെന്ന്. തീർച്ചയായും ഇതാ കണ്ണഴകിയമ്മയുടെ പണി തന്നെയായിരിക്കും. എന്താന്ന് വെച്ചാ ആ കണ്ണഴകിയമ്മ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നന്ദിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നീ കരുതുന്ന പോലെ ഇത് അവര് പറഞ്ഞൊന്നുമല്ല. ഇത് അവര് പറഞ്ഞതല്ലെന്ന് ദേവസേനയുടെ മേലെ സത്യം ചെയ്ത് പറഞ്ഞ്